ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ ആളുകളും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് സങ്കല്പിക്കും. നമ്മൾ ഓരോരുത്തരും മരിച്ചു കിടക്കുക. നമ്മുടെ ഭൗതിക ശരീരം കുളിപ്പിച്ച് ശുദ്ധിയാക്കി കഫൻ ചെയ്ത് നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ആലോചിക്കുക. നമ്മൾ സാധാരണ ഒരു മരിച്ച വീട്ടിൽ പോയാൽ അവിടെ കാണുന്ന സങ്കടം തളം കെട്ടി നിൽക്കുന്ന മുഖങ്ങളും പ്രയാസപ്പെടുന്ന ആളുകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ചിന്തയെക്കുറിച്ച് പങ്കുവെക്കുന്ന ആളുകൾ, ആ രൂപത്തിൽ നമ്മൾ മരിച്ചു കിടക്കുന്ന സന്ദർഭമായി ഒന്നാലോചിക്കാം. നമ്മുടെ ഭൗതിക ശരീരം കുളിപ്പിച്ച് ശുദ്ധിയാക്കി വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാർ, കൂട്ടുകാർ, ബന്ധുമിത്രാദികളെല്ലാം നമ്മൾ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നൊരവസ്ഥ. ഒരു 10 മണിക്കാണ് മയ്യത്തെടുക്കുന്നത്. 9:30 മണി കഴിഞ്ഞാൽ ആളുകൾ ഞാൻ ചോദിക്കാൻ തുടങ്ങും, ഇനി ആരെങ്കിലും മയ്യത്ത് നിസ്കരിക്കാനുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരുന്നു. ആ സന്ദർഭത്തിൽ നമ്മുടെ ഭാര്യ നമ്മുടെ വീടിന്റെ ഉള്ളിൽ, നമ്മുടെ ബെഡ്റൂമിൽ വളരെയേറെ ക്ഷീണിച്ചുകൊണ്ട് അവശയായിരിക്കുന്ന നമ്മുടെ ഭാര്യ കൃത്യമായിട്ട് ആലോചിച്ചോളും. സ്ത്രീകള് നിങ്ങളെ ഭർത്താക്കന്മാരെ കുറിച്ചും ചിന്തിച്ചോ. ആ സന്ദർഭത്തിൽ ആരെങ്കിലും നമ്മുടെ ഭാര്യന്റെ അടുക്കൽ ചെല്ലും, മയ്യത്തിൽ കാണാലേ, നിസ്കരിക്കണല്ലേ എന്ന് ചോദിക്കും. അവശയായി ക്ഷീണിച്ചിരിക്കുന്ന നമ്മുടെ ഭാര്യ ചാടിയണീക്കും, ഒളു ചെയ്ത് ശുദ്ധിയായി നമ്മുടെ മയ്യത്തിന് മുമ്പിൽ വന്ന് നിൽക്കും. അവൾക്ക് നിൽക്കാനൊന്നും കഴിയുന്നുണ്ടാവില്ല. പക്ഷെ തന്റെ പ്രിയതമന് വേണ്ടി നമസ്കരിക്കാനുള്ള അവസാനത്തെ നമസ്കാരം അവൾ ചാടി എണീറ്റ് പോയി ഒളു ചെയ്ത് ശുദ്ധിയായി നമ്മുടെ മയ്യത്തിന് മുമ്പിൽ നിൽക്കും. എന്നിട്ട് ആദ്യമായി കൈകെട്ടി അല്ലാഹു അക്ബർ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യും. നമ്മുടെ മുമ്പുന്നാണ് ആദ്യം ഫാത്തിഹ പോലും. രണ്ടാമതായി കൈകെട്ടും, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലും. മൂന്നാമതായി വീണ്ടും കൈകെട്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനത്തെ 3 വാചകങ്ങൾ നമ്മുടെ നിസ്സാരതയെക്കുറിച്ച്, നിസ്സഹായതയെക്കുറിച്ച് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന 3 വാചകങ്ങൾ, ഏറെ അർത്ഥകർമ്മമുള്ള 3 ആശയങ്ങൾ. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ മയ്യത്തിന് മുമ്പിൽ വന്ന്, നമ്മുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാണ്, ഈ വീടിനെക്കാളും നല്ല ഒരു വീട് ഇദ്ദേഹത്തിന് നീ നൽകണേ. വീടിനെ കുറിച്ചാ പറഞ്ഞേ? നമ്മൾ വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചോരനീരാക്കി ഉണ്ടാക്കിയ കൊട്ടാര സമാനമായ നമ്മുടെ വീട്, ഒരാൾക്കും ഒരധികാരവും പറയാനില്ലാത്ത നമ്മുടെ സ്വന്തം വീടാ. പല ആൾക്കാർക്കും വീട് മാറിക്കിടന്ന ഉറക്കം വരില്ല. അത്രയേറെ നമ്മുടെ വീടുമായി നമ്മൾ അറ്റാച്ച്ഡ് ആണ്. ഓരോ മൂലയും സൂക്ഷ്മമായി കൊണ്ടു നടന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭവനം. എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയതോടുകൂടി നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബക്കാർ, നാട്ടുകാർ, മക്കൾ നമ്മുടെ മുമ്പിൽ വന്ന് പറയും, അല്ലാഹുവേ, ഈ വീടിനെക്കാളും നല്ല വീട് ഇദ്ദേഹത്തിന് നീ നൽകണേ. അതിന് കാരണം എന്താ? നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയതോടുകൂടി ആ വീട് നമ്മുടെ വീടല്ലാതായി, നമ്മൾ ആ വീട്ടിൽ ആരുമല്ലാതായി. നാളെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സെൻസസ് എടുക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടി പോലും മരിച്ചുപോയ വാപ്പാന്റെ പേര് പറയൂല, മരിച്ചുപോയ ഉമ്മയുടെ പേര് പറയൂല. നമ്മൾ ഒന്നാമതായി മരണപ്പെട്ട വ്യക്തി അവന്റെ വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. നമ്മൾ ആ വീട്ടിൽ ആരുമല്ലാതായിട്ടുണ്ട്. രണ്ടാമതായി നമ്മുടെ ഭാര്യ പ്രാർത്ഥിക്കുന്നു, ഈ കുടുംബത്തെക്കാളും നല്ല ഒരു കുടുംബത്തെ ഇദ്ദേഹത്തിന് നീ നൽകണേ. ഏത് കുടുംബത്തെ കുറിച്ചാ പറഞ്ഞത്? നമ്മൾ അധ്വാനിച്ചത് മുഴുവനും, ചോരനീരാക്കിയത് മുഴുവനും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാ. അവരെ ഭക്ഷിപ്പിക്കാൻ, അവരെ ഉടുപ്പിക്കാൻ. തലേന്ന് വൈകുന്നേരം നമ്മുടെ ഉമ്മയുടെ കൂടെ, ഭാര്യയുടെ കൂടെ, മക്കളുടെ കൂടെ ഒരേ ടേബിളിൽ ചുറ്റിരുന്ന് ഭക്ഷണം കഴിച്ചതാ. എന്നാൽ പിറ്റേന്ന് വൈകുന്നേരം നമ്മുടെ കാര്യം പോയാൽ, നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയാൽ, അവന്റെ കണങ്കാലുകൾ കുത്തിയടിക്കപ്പെട്ട് മലക്കുൽ മൗത്ത് അതങ്ങ് ഊരിയെടുത്താൽ ആ കുടുംബത്തിൽ നിന്ന് നമ്മൾ പുറത്തായി. നമ്മൾ ആ കുടുംബത്തിൽ ആരുമല്ലാതായി. നാളെ മറ്റൊരു കുടുംബക്കാർ ഈ ഒരു കുടുംബത്തിനെ കല്യാണത്തിന് വേണ്ടി വിളിക്കാൻ വന്നാൽ മരിച്ചുപോയ വാപ്പാനെ കൂടി കൊണ്ടുവരുന്നുണ്ടെന്ന് ബുദ്ധിയുള്ള മനുഷ്യന്മാരും പറയില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവന് പിരാന്താണ്, നമ്മൾ തന്നെ തിരിച്ചു പറയും. രണ്ടാമതായി മരണപ്പെട്ട വ്യക്തി അവന്റെ കുടുംബത്തിൽ നിന്നും നമ്മൾ ആ കുടുംബത്തിൽ ആരുമല്ലാതായി. മൂന്നാമതായി, അവസാനമായി നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ,
എന്നെക്കാളും നല്ല ഒരു ഇണയെ ഇദ്ദേഹത്തിന് നീ നൽകണേ. ആരായി പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിലേറെ സ്നേഹിച്ച, നമ്മുടെ എല്ലാ പരിഭവങ്ങളും തുറന്നു പറഞ്ഞ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ 1000 വട്ടം നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീ എന്റേത് മാത്രമാണ്, എന്റേത് മാത്രമാണ്, എന്റേത് മാത്രമാണെന്ന് നമ്മുടെ ചെവിയിൽ മന്ദഹസിച്ച നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൾ, നമ്മൾ മരണപ്പെട്ട അവളും നമ്മുടെ മുമ്പിൽ വരും. എന്നിട്ട് അവളും പ്രാർത്ഥിക്കും, അല്ലാഹുവേ എന്നെക്കാളും നല്ല ഒരു ഇണയെ ഇദ്ദേഹത്തിന് നീ കൊടുക്കണ റബ്ബേ എന്ന് അവളും പറയും. കാരണം നമ്മൾ മരിച്ചോടുകൂടി നമ്മുടെ പെണ്ണ്, നമ്മുടെ ഭാര്യ, അവൾ നമ്മുടെ ഭാര്യയല്ലാതായി. നാളെ ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ അവൾ മറ്റൊരാളെ കണ്ടാൽ, അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ, നമ്മൾ ജീവിച്ച പോലെ, നമ്മളൊരുമിച്ച് സന്തോഷിച്ച പോലെ, നമ്മളൊരുമിച്ച് യാത്ര ചെയ്തതുപോലെ, നമ്മളൊരുമിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്തതുപോലെ അവർ സന്തോഷകരമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഇത് ഞാൻ പറഞ്ഞത് ഈ ദുനിയാവിൽ നമ്മുടേതാണ് എന്ന് നമ്മൾ ധരിച്ചിരുന്ന, ധിക്കരിച്ചിരുന്ന, പ്രഖ്യാപിച്ചിരുന്നതെല്ലാം നമ്മുടേതല്ലാതായി മാറുന്ന, എല്ലാ നിലക്കും ഒറ്റപ്പെടുന്ന അവസ്ഥയായി ഇസ്ലാം ഈ യാഥാർത്ഥ്യത്തെ പരിചയപ്പെടുത്തി എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്.